ഗോവ മുതൽ കന്യാകുമാരി വരെയുള്ള ഇന്ത്യയിലെ 6 സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന മാധവ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ജനങ്ങൾ ഒട്ടേറെ എതിർപ്പ് പ്രകടിപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ട് നിവേദനം നൽകി കസ്തൂരി രംഗൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ ചുമതലപ്പെടുത്തി. കസ്തൂരി രംഗൻ കഴിയുന്നത്ര പ്രദേശങ്ങളൊക്കെ വന്ന് വിവരങ്ങൾ ശേഖരിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ഗ്രീൻ ട്രിബ്യൂണൽ അംഗീകരിച്ച പശ്ചാത്തലത്തിൽ നിലവിൽ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി റിപ്പോർട്ട് നിലവിലില്ല. ഇപ്പോൾ നിലവിലുള്ളത് കസ്തൂരി രംഗൻ റിപ്പോർട്ടാണ്. ആ കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ കൃഷിക്കാർക്ക് ആശങ്കയുള്ള എല്ലാ പ്രശ്നവും പരിഹരിക്കും എന്ന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ അത് നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഞാൻ വായിച്ചതിലെ പ്രധാന തടസ്സമായി കാണുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് കെട്ടിടം പണിയുന്നതിൽ 20,000 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള കെട്ടിടം വരെ പണിയുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഇടുക്കി ജില്ലയിൽ 10,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഒരു വീട് പോലും ഇന്നുവരെ ഇല്ല. 5,000 ചതുരശ്ര മീറ്റർ ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ 20,000 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഒരു വീട് പണിയുന്നതിന് തടസ്സമില്ല. 1,50,000 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്നതിന് തടസ്സമില്ല. 50 ഹെക്ടറിനുള്ളിൽ ഉള്ള ഷോപ്പിംഗ് കോംപ്ലക്സുകളോ വലിയ കെട്ടിട സമുച്ചയോ പണിയുന്നതിന് തടസ്സമില്ല. ബാക്കിയുള്ള അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിലവിൽ തന്നെ തടസ്സമുള്ളതാണ്. ഉദാഹരണത്തിന് പാറ പൊട്ടിക്കണമെങ്കിൽ അനുമതി വാങ്ങണം, അനുമതി വാങ്ങി ഇപ്പോഴും പൊട്ടിക്കാം. മണൽ വാരണമെങ്കിൽ ഇപ്പോഴും അനുമതി വാങ്ങണം, അനുമതി വാങ്ങി മണൽ വാരാം. ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പുതിയതായിട്ടൊന്നുമില്ല. യഥാർത്ഥത്തിൽ കൃഷിക്കാരുടെ ഇടയിൽ ആശങ്ക വളർത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമുണ്ട്. ആശങ്ക അസ്ഥാനത്താണ്. ആ കാര്യങ്ങൾ ബോധ്യപ്പെടുമ്പോൾ ഇന്നത്തെ എല്ലാ പത്രങ്ങളും ഇന്നലെ എല്ലാ ചാനലുകളും കൃഷിക്കാരുടെ ആശങ്ക പരിഹരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വളരെ വ്യക്തമായി ആ റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം,